ഹുറം ഹരത്തിലേക്ക് എത്തുമ്പോൾ നിഗാർ കാഫ് അവളുടെ സാധനങ്ങൾ അവളുടെ റൂമിൽ നിന്ന് മാറ്റുന്നതാണ് കാണുന്നത്. എന്തിനാ എൻ്റെ സാധനങ്ങൾ എടുത്ത്? വാലിദ സുൽത്താന പറഞ്ഞിട്ട്. അവരെന്നെ ഈ പാലസിൽ നിന്ന് മാറ്റുകയാണോ? എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? സുൽത്താൻ സുലൈമാൻ ഇതേപ്പറ്റി അറിയുമോ? അദ്ദേഹം എന്നെ ഇവിടുന്ന് വിടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോവുകയാണ്. കുറച്ചു നേരമൊന്നും മിണ്ടാതിരിക്കോ? ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് കേൾക്കാദ്യം. വാലിദ സുൽത്താൻ നിനക്കൊരു നല്ല ചേംബർ തരാൻ പറഞ്ഞിരിക്കുകയാണ്. അവിടെ നിനക്ക് കുറച്ച് പരിചാരകരും ഉണ്ടാവും. നിന്റെ പ്രസവം അടുത്തിരിക്കുകയല്ലേ? സത്യമാണോ? ഞാൻ എൻ്റെ സ്വന്തം ചേംബറിലേക്ക് മാറാൻ പോവുകയാണോ? ഞാനും മാഹിദേവരാനെ പോലെ ആവാൻ പോവുകയാണോ? അള്ളാ, നീ എന്തിനാ മാഹിദേവരാൻ സുൽത്താനയുമായി നിന്നെ കമ്പയർ ചെയ്യുന്നത്? നിഗാർ ചോദിച്ചു. അപ്പോൾ എനിക്കും പരിചാരകരൊക്കെ ആയല്ലേ? ഇനി ഞാൻ പറയുന്നത് കേൾക്കാനും ഇവിടെ ആളുണ്ടാവും. എനിക്ക് ആയിഷ എൻ്റെ കൂടെ വേണം. മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ ഹുറം ഹാത്തൂൻ? നിഗാർ കളിയാക്കും പോലെ ചോദിച്ചു. ഹുറം ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു. എനിക്ക് നീയും എൻ്റെ കൂടെ വേണം. നീ എൻ്റെ കൂടെ വാ. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യ്. മാഹിദേവരാൻ എന്നെ കൊല്ലാൻ പോവുകയാണ്. നിഗാർ ഒന്നും മിണ്ടിയില്ല. അവളെ തന്നെ നോക്കി നിന്നു. മാഹിദേവരാൻ വാലിദ സുൽത്താനയുടെ ചേംബറിലേക്ക് വരുന്നു. വാലിദ സുൽത്താൻ അണിഞ്ഞൊരുങ്ങുകയായിരുന്നു. ഇന്ന് വാലിദയെ കാണാൻ നല്ല രസമുണ്ട്, മാഹിദേവരാൻ പറഞ്ഞു. ഇന്ന് നീ വളരെ സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി മാഹിദേവരാൻ? ഇങ്കാരം യുദ്ധം ജയിച്ച് സുരക്ഷിതനായി തിരിച്ചെത്തി. എൻ്റെ മകൻ മുസ്തഫ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. പിന്നെ എന്നോടൊപ്പം വാലിദ സുൽത്താനയെ പോലെ നന്മയുള്ളൊരമ്മയുണ്ട്. മറ്റെന്താണ് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്? നല്ലത്. എന്നും നീ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കട്ടെ. വാലിദ സുൽത്താൻ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറയുന്നു. ഷേസാദ മുസ്തഫയും ഹദീജ സുൽത്താനയും അങ്ങോട്ട് കയറി വരുന്നു. മുസ്തഫ, എന്തു പറ്റി മോനെ? മാഹിദേവരൻ ചോദിച്ചു. വാ, നമുക്ക് ബാബയെ കാണാൻ പോകാം. ഇപ്പോൾ പറ്റില്ല, ഇങ്കാരം ബിസിയായിരിക്കും. അമ്മ, ബാബ എന്നോട് വഴക്കാണോ? മുസ്തഫ സങ്കടപ്പെട്ട് ചോദിച്ചു. ഒരിക്കലുമല്ല എൻ്റെ ഷേസാദ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ബാബ അമ്മയോട് വഴക്കാണോ? ബാബ എന്താ ഇപ്പോൾ ഞങ്ങളെ കാണാൻ വരാത്തത്? അത് കേട്ട് എല്ലാവർക്കും വിഷമമായി. ഇബ്രാഹിം സുലൈമാനോട് പറയുന്നു. ഇങ്കാരം, അംബാസഡർമാർ അങ്ങേ ആശംസകൾ അറിയിക്കാനായി കാത്തിരിക്കുകയാണ്. അവർ അവിടെ കാത്തിരിക്കട്ടെ ഇബ്രാഹിം. ഞാനും ഒരുപാട് കാത്തിരുന്നല്ലേ ബെൽഗ്രേഡ് പിടിച്ചെടുത്തത്. ഇപ്പോൾ എൻ്റെ വിജയം ആഘോഷിക്കാനുള്ള സമയമാണ് എനിക്ക്, സുലൈമാൻ പറയുന്നു. മാത്രാച്ചി കൊട്ടാരത്തിൽ വന്നിരിക്കുകയായിരുന്നു. കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നത് വരച്ചെടുക്കുന്നു. ഷേസാദ മുസ്തഫ ഒന്ന് പറയുന്നു. വാ, നമുക്ക് മാത്രാക്ക് കളിക്കാം. ഞാൻ നിങ്ങളെ തോൽപ്പിക്കും. എൻ്റെ പൊന്ന് ഷേസാദ, ഞാൻ ഇപ്പോൾ കുറച്ച് ബിസിയാ. തീർച്ചയായും നമുക്ക് പിന്നൊരു ദിവസം കളിക്കാം. നിങ്ങൾ എന്താ എഴുതുന്നത്? നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നോ? ഇത് നോക്ക്, ഞാൻ ഇതാ വരയ്ക്കുന്നത്. ഹായ് ബാബ, നിങ്ങളെന്താ ബാബയെ വരയ്ക്കുന്നത്? കൗൺസിൽ മീറ്റിംഗ് നടക്കുകയായിരുന്നു. വെനിറ്റിയൻ അംബാസഡർ പറയുന്നു. അങ്ങയുടെ മഹത്തായ വിജയം യൂറോപ്പ് മുഴുവൻ അറിഞ്ഞു. എല്ലാവരും അങ്ങയെ പ്രകീർത്തിക്കുകയാണ്. സുലൈമാൻ അയാളെ നോക്കാതെ അത് കേട്ടു നിന്നു. ഓട്ടോമാൻ സാമ്രാജ്യവുമായി നല്ല ബന്ധമാണ് വെനീസ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച വ്യാപാര നികുതി കരാറിൽ നിങ്ങൾ ഒപ്പുവയ്ക്കണം, ഇബ്രാഹിം പറയുന്നു. അയാൾ അത് സമ്മതിച്ചുകൊണ്ട് ധാരണാപത്രം നീട്ടുന്നു. ഇബ്രാഹിം അത് വാങ്ങി പീരി പാഷയ്ക്ക് കൊടുത്തു. ഇത് കണ്ട അഹമ്മദ് പാഷ അടുത്ത് നിന്നിരുന്ന പാഷയോട് പറയുന്നു. ഇവൻ വീണ്ടും ഷൈനിങ് തുടങ്ങി. താങ്കൾ ദമാസ്കസിലെ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. അത് വിട്ടുകള അഹമ്മദ് പാഷ. ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നു. താൻ പേടിക്കണ്ട, ഇത് വേറെ ആരും കേൾക്കില്ല. വെനിറ്റിയൻ അംബാസഡർ പറയുന്നത് ഇബ്രാഹിം സുൽത്താൻ സുലൈമാനോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നു. ഇങ്കാരം, സിഗ്നോർ മോസിനീഗോ വെനിറ്റിയൻ ചരക്ക് കപ്പലുകൾക്ക് ഇവിടേക്ക് വരാനുള്ള പെർമിറ്റ് ചോദിച്ചിട്ടുണ്ട്. ട്രിപ്പോളി, ദമാസ്കസ്, അലക്സാന്ദ്രിയ എന്നിവിടങ്ങളിലെ തുറമുഖങ്ങളിലേക്കുള്ള പെർമിറ്റാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേപ്പറ്റി നമുക്ക് പിന്നെ പറയാം ഇബ്രാഹിം എന്ന് പറഞ്ഞ് സുലൈമാൻ പാഷമാരോട് പറയുന്നു. ആ അവിശ്വാസി ലൂയിസ് രണ്ടാമനെ വെറുതെ വിട്ടതുകൊണ്ട് അയാൾ ആശ്വസിച്ച് അഹങ്കരിച്ചിരിക്കുന്നുണ്ടാവും. അയാൾക്കുള്ള മറുപടി കൊടുക്കാം ആദ്യം. അവിടെ എഴുതാനിരുന്ന ആളോട് സുലൈമാൻ പറഞ്ഞു കൊടുക്കുന്നു. ഇബ്രാഹിം അത് വെനിറ്റിയൻ അംബാസഡർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അവിശ്വാസി ലൂയിസ് രണ്ടാമന്, ഈ ലെറ്റർ താങ്കളുടെ കയ്യിലെത്തുമ്പോൾ താങ്കൾക്കറിയാനാവും. ഇതിനു മുമ്പ് താങ്കളുടെ പരമ്പരയിൽപ്പെട്ട ഒരുപാട് രാജാക്കന്മാർ ഓട്ടോമാൻ മണ്ണിൽ വന്ന് അഭയം തേടി ഇവിടുത്തെ സേവകരായി തീർന്നിട്ടുണ്ട്. താങ്കൾ എൻ്റെ മുറിവേറ്റ ഇരയാണ്. യുദ്ധഭൂമിയിലേക്ക് വന്നെന്നെ ധീരതയോടെ നേരിടാൻ ധൈര്യം കാണിക്കാതെ പേടിച്ച് മാളത്തിൽ ഒളിച്ച് നിങ്ങളെ പിന്തുടർന്ന് വധിക്കുക ഞങ്ങളുടെ യുദ്ധരീതിയല്ല. താങ്കൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ എൻ്റെ ഔദാര്യത്തിലാണ്. ഞങ്ങളുടെ വിജയത്തിൻ്റെ പ്രതീകമായി ഓട്ടോമാൻ ഫ്ലാഗ് ബുധയിൽ ഞങ്ങൾ വച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ ഞങ്ങൾ കണ്ടെത്തി വകവരുത്തിയിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ വെനിറ്റിയൻ അംബാസഡർ ഒന്ന് പേടിക്കുന്നുണ്ട്.
പീരിപ്പാഷ പറയുന്നു. ഇൻകാരം, ഈ ലെറ്റർ കിട്ടുമ്പോഴുള്ള ലൂയിസ് രണ്ടാമൻ്റെ മുഖഭാവം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അയാൾ ഒരു ന്യായമുള്ള മനുഷ്യനാണെങ്കിൽ തീർച്ചയായും ഇതിന് റിപ്ലൈ തരും. അല്ലാതെ മറ്റുള്ളവരുമായി ചേർന്ന് നമുക്കെതിരെ ചതിയൊരുക്കാൻ നിൽക്കില്ല. സുൽത്താൻ സുലൈമാൻ ഇബ്രാഹിമിനോട് പറയുന്നു. അയാളോട് പറ, ചരക്ക് കപ്പൽ തുറമുഖത്ത് അടുപ്പിക്കുന്നതിന് സൈറസുകാർക്ക് 10,000 ഗോൾഡ് ഡ്യൂക്കറ്റ്സ് നികുതി അടയ്ക്കണമെന്ന്. ഇബ്രാഹിം അത് വെനീറ്റിയൻ അംബാസഡറിനോട് പറയുന്നു. നിഗാർ കാഫ ഹുറത്തിനെ അവളുടെ പുതിയ ചേംബറിലേക്ക് കൊണ്ടുവരുന്നു. ആ റൂം കണ്ട് ഹുറം ആശ്ചര്യപ്പെട്ട് നോക്കുന്നു. നിഗാർ കാഫ, നിങ്ങൾ എൻ്റെ കൂടെ ഇവിടെ നിൽക്ക്. എനിക്കതിന് പറ്റില്ല ഹുറം ഹാത്തൂൻ. എനിക്കിവിടെ വേറെ ജോലികളുണ്ട്. എന്നാൽ മരിയെ എന്നോടൊപ്പം നിർത്ത്. എനിക്ക് അവളെ എന്നോടൊപ്പം വേണം. ഇതെൻ്റെ ഉത്തരവാണ്. വാലിദ സുൽത്താൻ അവിടേക്ക് കയറി വരുന്നു. അവരെ കണ്ടപ്പോൾ ഹുറവും നിഗാർ കാഫയും കുമ്പിട്ടു. നീ ഇപ്പോൾ സുഖമായിരിക്കുന്നല്ലേ? നിനക്ക് പാടില്ല എന്നറിഞ്ഞ് ഞങ്ങളെല്ലാവരും വിഷമിച്ചു. ഇപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല വാലിദ സുൽത്താന. നിനക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞ് ഓട്ടോമാൻ ഡൈനാസ്റ്റിയുടെ ഭാഗമാണ്. നിന്റെ ജീവനേക്കാൾ വിലപ്പെട്ടതാണ് കുഞ്ഞിൻ്റെ ജീവൻ. അവർ എന്നെയും എൻ്റെ കുഞ്ഞിനെയും വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ചു, ഹുറം പറഞ്ഞു. ഇവിടെ ആരും നിന്നെ വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. അതേപ്പറ്റി നന്നായി അന്വേഷിച്ചു. നീ കഴിച്ച പുഡിങ്ങിൻ്റെ ക്രീം ചീത്തയായിരുന്നു. അത് കൂടിയ അളവിൽ കഴിച്ചതാണ് പ്രശ്നമായത്. ഹുറം വാലിദ സുൽത്താനയെ നോക്കുന്നു. ഇനി നീ ഇത് പറയുന്നത് എനിക്ക് കേൾക്കണ്ട. ഗുൽഷ മാഹിദേവരൻ സുൽത്താനയോട് പറയുന്നു. നമ്മൾ വിചാരിച്ചത് അവൾ മരിച്ചു പോകുമെന്നല്ലേ? പക്ഷെ ഇപ്പോൾ അവൾ ഇവിടെ അവളുടെ സ്വന്തം ചേംബറിലേക്ക് മാറിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ എനിക്കിടം വിട്ടുപോകേണ്ടിയും വന്നിരിക്കുന്നു. നിന്റെ ജീവൻ ഞാൻ രക്ഷിച്ചില്ലേ? അതിൽ കൂടുതൽ എന്താണ് നിനക്ക് വേണ്ടത്? ഞാൻ എഡ്രൻ പാലസിലേക്ക് എത്തും മുമ്പ് അവനെന്നെ കൊന്നുകളയില്ലെന്ന് ആർക്കറിയാം? ഇബ്രാഹിം പറഞ്ഞാൽ നിന്നെ ഈ പാലസിൽ നിന്ന് നിർത്താൻ പറ്റില്ല എന്നാണ്. ദായ ഹാത്തൂനും പറഞ്ഞാൽ നിന്നെ ഓൾഡ് പാലസിലേക്ക് വിടുന്നു എന്നാണ്. നീ ഇപ്പോൾ പോകൂ. നിന്നെ എങ്ങനെയും ഇവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. എൻ്റെ സുൽത്താന, നിങ്ങളെ അള്ളാഹു കാക്കട്ടെ. ശരി, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അവൾ പ്രസവിക്കുന്നത് ഒരു പെൺകുട്ടിയാവാൻ. അപ്പോൾ പിന്നെ ഷഹസാദ മുസ്തഫ മാത്രമാവും ഓട്ടോമാൻ സിംഹാസനത്തിൻ്റെ തുടർച്ചക്കാരൻ. അതെങ്ങനെ നടക്കാനാ ഗുൽഷ? അവൾ പ്രസവം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കൗൺസിൽ മീറ്റിങ്ങിൽ വെനീറ്റിയൻ അംബാസഡർ സംസാരിക്കുകയായിരുന്നു. ഷഹസാദ മുസ്തഫ ജനലിന് പുറത്തു നിന്ന് വിളിച്ചു പറയുന്നു. ഷഹസാദ മുസ്തഫ എഴുന്നള്ളുന്നു. ഞാനും എൻ്റെ ബാബയും കൂടി എല്ലാ അവിശ്വാസികളെയും കൊല്ലാൻ പോവുക. എല്ലാ അവിശ്വാസികളും ഓടിക്കോ. അത് കേട്ട് സുലൈമാൻ ഇബ്രാഹിമിനെ നോക്കുന്നു. ഇബ്രാഹിം മാത്രാച്ചിയോട് മുസ്തഫയെ അവിടുന്ന് കൊണ്ടുപോകാൻ പറയുന്നു. മാത്രാച്ചി അവനെ അവിടുന്ന് കൊണ്ടുപോകുന്നു. അവിടെ ഉണ്ടായിരുന്ന പാഷമാരെല്ലാവരും പരസ്പരം നോക്കി ചിരിക്കുന്നു. വെനീറ്റിയൻ അംബാസഡർ മാത്രം അത് കേട്ട് ചിന്തിച്ച് സ്തബ്ധനായി നിൽക്കുന്നു. ഇബ്രാഹിം അയാളോട് തുടർന്ന് പറയാൻ ആവശ്യപ്പെട്ടു. വെനീസിൻ്റെ ചരക്ക് കപ്പലുകൾക്ക് ഇവിടുത്തെ തുറമുഖങ്ങളിലേക്ക് അനുമതി തന്ന സുൽത്താൻ സുലൈമാന് വെനീസിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഇനി മുന്നോട്ടുള്ള വ്യാപാരം പുതുക്കിയ നികുതി വ്യവസ്ഥ പ്രകാരം ആരംഭിക്കുന്നതായിരിക്കും. അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇബ്രാഹിം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. വെനീറ്റിയൻ അംബാസഡറിനെ ഗാർഡ്സ് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇബ്രാഹിം പറയുന്നു. റഷ്യൻ അംബാസഡർ ട്രാക്ജാറ്റ് ഗുബൻ അങ്ങയെ കാണാൻ എത്തിയിട്ടുണ്ട് ഇൻകാരം. ഗാർഡ്സ് അയാളെ കൊണ്ടുവന്ന് മുട്ടുകുത്തി നിർത്തുന്നു. അയാൾ ഒരു ലെറ്റർ മുന്നോട്ട് നീട്ടിക്കൊണ്ട് സംസാരിക്കുന്നു. ഇബ്രാഹിം അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത് പ്രിൻസ് വസേലി അങ്ങേക്ക് വേണ്ടി തന്നുവിട്ട കൺഗ്രാജുലേഷൻ ലെറ്ററാണ്. സുലൈമാൻ അത് സ്വീകരിക്കുന്നു. മറ്റെന്തെങ്കിലും അയാൾക്ക് പറയാനുണ്ടോയെന്ന് ചോദിക്കൂ ഇബ്രാഹിം. അപ്പോൾ പീരിപ്പാഷ പറയുന്നു. റഷ്യൻസ് ഖാൻ ഓഫ് ക്രിമിയയുമായി നല്ല ബന്ധത്തിലല്ല. ടാറ്റാസ് കൊള്ളക്കാർ അവരെ തുറമുഖത്തേക്ക് അടുക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് അവർ നേരിടുന്ന പ്രധാന പ്രശ്നം. പീരിപ്പാഷ പറയുന്നത് കേട്ട് അയാൾ തലകുലുക്കി സമ്മതിച്ചു. ശരി, നമുക്ക് നോക്കാം അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് സുലൈമാൻ പറഞ്ഞു. ഇബ്രാഹിം അയാളോട് പറയാൻ പറയുന്നു. മരിയ ഹുറത്തിൻ്റെ ചേംബറിലേക്ക് വരുന്നു. എൻ്റെ പൊന്നു മരിയ, നീ എവിടെയായിരുന്നു ഇതുവരെ? അവർ സന്തോഷത്തോടെ ഹഗ് ചെയ്യുന്നു. ഹുറം, നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു. നിനക്ക് ഭയങ്കര സീരിയസ് ആണെന്ന് എല്ലാവരും പറഞ്ഞത്. ഒന്നുമില്ല, നീ നോക്ക്, എങ്ങനെയുണ്ട് എൻ്റെ ചേംബർ? നല്ല ഭംഗിയുണ്ട്. നിൻ്റെ ചേംബറിന് വിൻഡോസൊക്കെ ഉണ്ടല്ലോ. നിനക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. മരിയ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി മുതൽ നിനക്കും കാണാം. മരിയ സംശയിച്ച് നോക്കുന്നു. നീയും എന്നോടൊപ്പം ഇവിടെ താമസിക്കാൻ പോവുകയാണ് മരിയ. മരിയ വീണ്ടും അവളെ ഹഗ് ചെയ്യുന്നു. ഹുറം, എൻ്റെ പേര് ഇനി മുതൽ ഗുൽനിഹാൽ എന്നാണ്. ഹുറം സംശയത്തോടെ നോക്കുന്നു. ഞാൻ മുസ്ലിമായി. സുംബുലാകെ എനിക്ക് ആ പേരിട്ടു, ഗുൽനിഹാൽ, എന്നാൽ യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. മരിയ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഹുറത്തിൻ്റെ മുഖം മാറുന്നു. നീ എന്തിനിത് ചെയ്തത്? അവളുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് ഹുറം ചോദിക്കുന്നു. എനിക്കങ്ങനെ തോന്നി. ഞാൻ സുംബുലാഗിയോട് ആവശ്യപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് നീ ഇത് ചെയ്തത്? നിഗാർ കാഫ് അങ്ങോട്ട് കയറി വന്ന് വിളിക്കുന്നു. ഗുൽനിഹാൽ. ഹുറം ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കുന്നു. ഇത് കൊണ്ടുപോയി ലോണ്ട്രി റൂമിൽ വയ്ക്കുക.
കുറച്ച് തുണികൾ കൊടുത്തുകൊണ്ട് നിഗാർ കാഫ മരിയോട് പറയുന്നു. അവൾ അതുമായി പോയി. ഗുൽനിഹാൽ, അപ്പോൾ നിനക്കും ഇതറിയാമായിരുന്നു? നിഗാർ ഒന്നും മിണ്ടാതെ, അപ്പോൾ നീയാണ് അവൾക്ക് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്, മുസ്ലിം ആവാനുള്ള ബുദ്ധി. ഇനി മുതൽ അവൾക്കും സുൽത്താൻ സുലൈമാനോടൊപ്പം കിടക്കാമല്ലേ? നിനക്ക് വട്ടായോ ഹുറം? അവൾ ഏതു മതമായാലും എനിക്കെന്താ? നീ പോയി കുറച്ച് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് സമാധാനമായിരിക്കെ എന്ന് പറഞ്ഞ് നിഗാർ പോകുന്നു. എനിക്ക് നിൻ്റെ ഉപദേശമൊന്നും ആവശ്യമില്ല കാഫ, ഹുറം ഒച്ച വെച്ച് പറയുന്നു. നിഗാർ അതിശയത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. അങ്ങോട്ടെത്തിയ മരിയ ഹുറത്തിൻ്റെ ദേഷ്യം കണ്ട് വേഗം അവിടുന്ന് പോയി. നിഗാർ അവളെ തിരിഞ്ഞു നോക്കിയിട്ട് പുറത്തേക്ക് പോയി. എനിക്കറിയാം ഇനി മരിയാവും എനിക്ക് പ്രശ്നമുണ്ടാക്കാൻ പോകുന്നത്. അതിന് കാരണം നീയാണ് നിഗാർ, ഹുറം സ്വയം പറഞ്ഞുകൊണ്ട് നിലത്തേക്കിരിക്കുന്നു. കൗൺസിൽ മീറ്റിങ്ങിൽ പീരിപ്പാഷ പറയുന്നു. അങ്ങ് വെനിറ്റിയൻസുമായി ഉണ്ടാക്കിയത് വളരെ മികച്ചൊരു കരാറാണ് ഇൻക്യാരം. സുലൈമാൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇൻക്യാരം, അങ്ങയോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി പറയുന്നു, ആ തുറമുഖത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അഹമ്മദ് പാഷ പറഞ്ഞു. സുലൈമാൻ ഒന്ന് ചിന്തിച്ചിട്ട് പറയുന്നു. പാഷ, കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റുമോ? ഇവിടെ മീനെന്ന് ഉദ്ദേശിച്ചത് എന്താണ് ഇൻക്യാരം? ഫറദ് പാഷ ചോദിച്ചു. ഒരു വലിയ മീൻ, റോഡസ് ഐലൻഡ്. അത് പിടിച്ചെടുക്കാൻ നമ്മളെ ഈ കരാർ സഹായിക്കും. പിന്നെ മെഡിറ്ററേനിയൻ സീ നമ്മുടേതാവും, സുലൈമാൻ പറഞ്ഞു. ഈ കരാറിൽ സൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് വെനീസും കിങ് ലൂയിസ് രണ്ടാമനും നമുക്കെതിരെ ഒന്നും ചെയ്യില്ല, ഇബ്രാഹിം പറഞ്ഞു. സുലൈമാൻ അത് കേട്ട് തലയാട്ടിയിട്ട് ചിരിച്ചു. പീരിപ്പാഷ, റോഡസിലേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിക്കോ. അടുത്ത വസന്തത്തിൽ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, സുലൈമാൻ പറഞ്ഞു. പീരിപ്പാഷ സമ്മതഭാവത്തിൽ തലകുമ്പിട്ടു. മരിയ അവളുടെ സാധനങ്ങളുമായി സങ്കടപ്പെട്ടു പോകുന്നത് കണ്ട സുംബുലാഗ അവളെ വിളിക്കുന്നു. ഗുൽനിഹാൽ, എന്തുപറ്റി? നീ ഇവിടുന്ന് പോവുകയാണോ? ഞാൻ ഹുറത്തിൻ്റെ ചേംബറിലേക്ക് മാറുകയാണ്. ഹുറം ഹാത്തൂൻ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? അവളെ പരിശോധിക്കാൻ ഡോക്ടർ ഇപ്പോൾ എത്തും. അവൾക്ക് ഞാൻ മുസ്ലിം ആയത് ഇഷ്ടമായില്ല. അവൾ എന്നോട് ദേഷ്യത്തിലാണ്. അവൾക്ക് നിന്നോട് അസൂയയാണ് ഗുൽനിഹാൽ. കാരണം നീയും സുൽത്താൻ സുലൈമാൻ്റെ കാര്യത്തിൽ അവൾക്കൊരു വെല്ലുവിളിയാവുമോ എന്ന പേടിയാണ്. നീ വിഷമിക്കേണ്ട, എന്നെ വിശ്വസിക്കാം, സുംബുൽ പറഞ്ഞു. മരിയ അയാളെ നോക്കി. ഫിസിഷ്യൻ ഹുറത്തെ പരിശോധിക്കുന്നു. അവർ ഒരു മരുന്നെടുത്ത് അവൾക്ക് കൊടുക്കുന്നു. എനിക്ക് വേണ്ട, ഇത് വല്ല വിഷവുമായിരിക്കും. ഇത് ചീഫ് ഫിസിഷ്യൻ നിനക്ക് വേണ്ടി തന്നുവിട്ടതാ. ഇത് വയറ് ക്ലീനാക്കാനുള്ള മരുന്നാണ്. ഇതിൻ്റെ അളവ് കൂടിയാൽ ഇത് വിഷമാവും. കൃത്യം അളവിൽ കഴിച്ചാൽ ബോഡിക്ക് ഏറ്റവും നല്ലതാണ്. ഇന്ന് ഇത് കഴിക്കുക. അവൾ അത് കഴിക്കുന്നു. ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞവർ പോകുന്നു. ഗുൽനിഹാൽ ചോദിക്കുന്നു. എന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? അത് വിഷമാണോ? അതെ, അതാണ് മാഹിദേവരൻ എനിക്ക് തന്നത്. പിന്നെ മാഹിദേവരൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനും അത് തന്നെ ചെയ്യുമായിരുന്നു, ഹുറം പറഞ്ഞുകൊണ്ട് മരിയെ തിരിഞ്ഞു നോക്കി. മരിയ മുഖം തിരിച്ചു. ഷെഹസാദ് മുസ്തഫ മാത്രാച്ചിയോട് പറയുന്നു. ഞാൻ താങ്കളെ തോൽപ്പിക്കും. അത് ശരി, നമുക്ക് നോക്കാം. എൻ്റെ ബാബയും താങ്കളെ തോൽപ്പിക്കും. ഇല്ല, അദ്ദേഹത്തിന് എന്നെ തോൽപ്പിക്കാനാവില്ല. കാരണം ഞാനാണ് മാത്രാക്കിൻ്റെ ബാദുഷ. അപ്പോഴേക്കും സുൽത്താൻ സുലൈമാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. മുസ്തഫ ഓടി ചെന്നപ്പോൾ സുലൈമാൻ എടുത്തു. മാത്രാച്ചി പറയാ, മാത്രാച്ചിയാണ് മാത്രാക്കിൻ്റെ ബാദുഷ എന്ന്. സുലൈമാൻ മാത്രാച്ചിയെ നോക്കുന്നു. മാത്രാച്ചി പരിഭ്രമിച്ച് പറയുന്നു. ഞാൻ അങ്ങനെയൊന്നും. പറഞ്ഞു തീരും മുമ്പ് സുലൈമാൻ പറയുന്നു. ഇന്ന് കൗൺസിൽ മീറ്റിംഗ് കുറച്ച് നീണ്ടുപോയി. എന്തായി മാത്രാച്ചി തൻ്റെ വരയൊക്കെ? എല്ലാം നടക്കുന്നുണ്ട്, ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. തനിക്ക് കരയാണോ കടലാണോ കൂടുതൽ ഇഷ്ടം? കടൽ. എനിക്ക് കപ്പലിൽ പോകാൻ വലിയ ഇഷ്ടമാണ്. പിന്നെ അങ്ങ് എവിടെയുണ്ടോ അതാണ് ഞങ്ങൾക്ക് സ്വർഗം ഇൻക്യാരം. എന്നാൽ ഒരുങ്ങി നിന്നു, നമ്മൾ കപ്പൽ യാത്ര ആരംഭിക്കുകയാണ്. മാത്രാച്ചി ഇബ്രാഹിമിനെ നോക്കുന്നു. ഇബ്രാഹിമും തലയാട്ടി. ഹദീജ സുൽത്താന ഹുറത്തിൻ്റെ ചേംബറിലേക്ക് വരുന്നു. നിൻ്റെ ചേംബർ വളരെ മനോഹരമായിട്ടുണ്ട്. നിൻ്റെ പ്രസവവും നന്നായി തന്നെ നടക്കട്ടെ. കഴിഞ്ഞ രാത്രി ഞങ്ങൾ പേടിച്ചു പോയി. കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു? അവൻ സുഖമായിരിക്കുന്നു സുൽത്താന. എന്നെ ചവിട്ടുന്നുണ്ട്, നോക്ക്. ഞാൻ നിനക്കൊരു രക്ഷ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഞാനിതെപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ വെച്ചോളാം. മരിയ ചിരിക്കുന്നു. നീ പേടിക്കേണ്ട, ഇബ്രാഹിം ഈ കാര്യം അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹം നിൻ്റെ സുരക്ഷ ഉറപ്പാക്കിക്കോളും. അതെ, ഇബ്രാഹിം ഒരു വളരെ നല്ല മനുഷ്യനാണ്. ഇൻക്യാരവും അദ്ദേഹത്തെ ഒരുപാട് വിശ്വസിക്കുന്നു, ഹുറം പറഞ്ഞു. അതെ, വളരെ സത്യസന്ധനായ, വിനയമുള്ള, കഴിവുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം നന്നായി വയലിൻ വായിക്കും. അദ്ദേഹം വയലിൻ വായിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ഹുറം ഹദീജ സുൽത്താനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടാൽ അതിൽ അലിഞ്ഞു പോവും. എത്ര രസമാണ്. ഹുറം മരിയെ നോക്കി, അവളും നോക്കി. എന്നിട്ട് ഹദീജ സുൽത്താനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നു. സുൽത്താൻ സുലൈമാൻ വരുമ്പോൾ സുംബുലാഗ അദ്ദേഹത്തിൻ്റെ ചേംബറിന് മുന്നിൽ കാത്തു നിന്നിരുന്നു. എന്താ സുംബുലാഗ ഹരത്തിലെ വിശേഷങ്ങൾ?
ഇൻകാരം, ഹുറം ഹാത്തുവിന് വേണ്ടി ഒരു പുതിയ ചേംബർ പ്രിപ്പയർ ചെയ്യാനും വാലിദ സുൽത്താന ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അതുപോലെ ചെയ്തു. ഇപ്പോൾ ഹുറം അവിടെയാണ്. ഡോക്ടർ വന്ന് അവളെ പരിശോധിച്ചു. അവൾ വളരെ ആരോഗ്യവതിയായിരിക്കുന്നു. വളരെ നല്ലത്, സുലൈമാൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. വരൂ മുസ്തഫ, നമുക്കൊരു സ്ഥലത്ത് പോകാം. എനിക്കിപ്പോൾ ഹരത്തിൽ പോവണ്ട, ഇവിടെ നിന്നാൽ മതി. വാ മുസ്തഫ, അയാൾ നിർബന്ധിച്ച് അവനെ കൊണ്ടുപോകുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം സുംബുലാഗിയുടെ അടുത്തേക്ക് വരുന്നു. ഇബ്രാഹിം ആകാ, ഹുറം ഇപ്പോൾ അവളുടെ പുതിയ ചേംബറിലാണ്. ഞാൻ അവളെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ അവളോടൊപ്പം നിർത്തിയിട്ടുണ്ട്. ആരാ അത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായതായി എനിക്ക് കേൾക്കാൻ ഇടവരരുത്. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവൾ വളരെ നല്ല പെണ്ണ. പിന്നെ അവൾ മുസ്ലിമായി കൺവേർട്ട് ചെയ്തു. ഞാൻ അവൾക്ക് പുതിയ പേരും ഇട്ടു, ഗുൽനിഹാൽ. ഇബ്രാഹിം ചിരിച്ചുകൊണ്ട് മൂളി. അവൾ സുന്ദരിയാണോ? വളരെ സുന്ദരിയാണ്, സുംബുലാഗ പറഞ്ഞു. ഇബ്രാഹിം ചിരിക്കുന്നു. ഹുറത്തിൻ്റെ ചേംബറിൽ ഖദീജ സുൽത്താനയും ഉണ്ടായിരുന്നു. വാലിദ സുൽത്താൻ അന്വേഷിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞ് ഖദീജ സുൽത്താൻ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സുൽത്താൻ സുലൈമാൻ അങ്ങോട്ട് കയറി വന്നു. ഞാൻ ഹുറത്തിനെ ഒന്ന് കാണാൻ വന്നതാണ്. വളരെ നല്ലത് ഖദീജ, ഹുറത്തിനെ നീ ശ്രദ്ധിച്ചേക്കണം, സുലൈമാൻ പറഞ്ഞു. ഷേസാദ് മുസ്തഫ ഹുറത്തിൻ്റെ വയറ് കണ്ട് സൂക്ഷിച്ചു നോക്കുന്നു. നോക്ക് മുസ്തഫ, ഇതാണ് ഹുറം ഹാത്തൂൻ. നിങ്ങളുടെ വയറെന്താ ഇത്ര വീർത്തിരിക്കുന്നത്? നിങ്ങൾ എന്താ കഴിച്ചത്? അത് കേട്ട് ഹുറം ചിരിക്കുന്നു. ഇത് നിന്റെ സഹോദരനാ മുസ്തഫ. അവൻ പെട്ടെന്ന് തന്നെ ജനിക്കും. നിനക്കവനെ എടുക്കാം. അത് കേട്ടപ്പോൾ മുസ്തഫയുടെ മുഖം മാറി. എനിക്കൊരു ബ്രദറിനെ വേണ്ട. ഖദീജ, നമുക്കിവിടുന്ന് പോകാം, മുസ്തഫ പറഞ്ഞു. സുലൈമാൻ ഖദീജ സുൽത്താനെ നോക്കി ചിരിച്ചു. അവർ മുസ്തഫയും കൊണ്ട് അവിടുന്ന് പോയി. അവിടെ നിന്നിരുന്ന മരിയോട് പൊക്കളാൻ ഹുറം കണ്ണുകൊണ്ട് കാണിക്കുന്നു. അവളും അവിടുന്ന് പോയി. രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കുന്നു. എൻ്റെ ഹുറം, നീ ഇപ്പോൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. അവർ ഹഗ് ചെയ്തു. മുസ്തഫ മാഹിദേവരൻ സുൽത്താനയുടെ ചേംബറിലേക്ക് എത്തി. അവർ അവനെ കണ്ടത് കെട്ടിപ്പിടിച്ച് മുത്തം വെച്ചു. നീ ഇന്ന് എന്തൊക്കെ ചെയ്തു? മാത്രാച്ചി എനിക്ക് ഒരുപാട് ചിത്രങ്ങൾ കാണിച്ചു തന്നു. പിന്നെ ഞാനും ബാബയും കൂടി ഹുറം ഹാത്തുവിൻ്റെ ചേംബറിൽ പോയി. അത് കേട്ടപ്പോൾ മാഹിദേവരൻ്റെ ചിരി മാറി. അവരുടെ വയറ് വളരെ വലുതായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എൻ്റെ സഹോദരനാന്ന് പറഞ്ഞു. അവർ പറയുന്ന നുണയല്ലേ വാലിദ? മാഹിദേവരൻ സുൽത്താനയ്ക്ക് ഒന്നും മിണ്ടാനായില്ല. അവർ അവൻ്റെ തലയിൽ തലോടി. ഖദീജ സുൽത്താന ഗുൽഫാമിനോട് ടെൻഷൻ അടിച്ചു വന്ന് പറയുന്നു. ഗുൽഫാം, ഞാനിന്ന് ഹുറത്തിനെ കാണാൻ അവളുടെ പുതിയ ചേംബറിൽ പോയി. പോകണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്താ, അവൾ മോശമായി പെരുമാറിയോ? ഇല്ല, അവൾ വളരെ നന്നായാണ് എന്നോട് പെരുമാറിയത്. പക്ഷെ ഞാൻ ഓർക്കാതെ ഇബ്രാഹിമിനെ പറ്റി പറഞ്ഞു. അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവുമോ? അവൾ സുൽത്താൻ സുലൈമാനോട് അതേപ്പറ്റി എന്തെങ്കിലും പറയുമോ എന്ന് പേടി തോന്നുന്നു. സുൽത്താൻ സുലൈമാനും പീരിപ്പാഷയും സംസാരിക്കുന്നു. റോഡസ് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പീരിപ്പാഷ. എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു. എൻ്റെ ബാബ എന്തുകൊണ്ടാണ് റോഡസിന് അത്ര പ്രാധാന്യം കൊടുക്കാതിരുന്നത്? റോഡസ് പിടിച്ചെടുത്താൽ മെഡിറ്ററേനിയൻ സീ നമ്മുടെ കയ്യിൽ വരും. നമ്മുടെ അനുവാദമില്ലാതെ ആർക്കും അതുവഴി കടന്നു പോകാനാവില്ല. എല്ലാ കപ്പലുകളും നമ്മുടെ നിയന്ത്രണത്തിലാവും. സുൽത്താൻ സലിം ഖാൻ ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇൻകാരം. അദ്ദേഹം പറഞ്ഞിരുന്നത് അവിടം പിടിച്ചെടുക്കുന്നതിലും പ്രധാനം യൂറോപ്പാണെന്നാണ്. സുംബുലാഗ കിച്ചണിൽ വന്ന് ചോദിക്കുന്നു. ഷെക്കേറാഗ, ഹുറത്തിൻ്റെ ഭക്ഷണം റെഡിയാണോ? അവൾക്ക് വിശക്കുന്നു എന്ന് പറയുന്നു. ഞാനിവിടെ എല്ലാവർക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അവൾക്ക് എത്ര പ്രാവശ്യമാണ് ഭക്ഷണം കൊടുത്തു വിടുന്നത്? സുംബുലാഗ അയാളെ നോക്കുന്നു. സുൽത്താൻ സുലൈമാൻ ഇബ്രാഹിമിനോട് പറയുന്നു. ഇബ്രാഹിം, റോഡസ് അവിശ്വാസികളും വത്തിക്കാനും പുണ്യസ്ഥലമായി കാണുന്ന ഒരിടമാണ്. അവിടെയാണ് സെൻറ്റ് ജോൺ ജീവിച്ചിരുന്നത്. ക്രിസ്ത്യൻ രാജാക്കന്മാർ ആ സ്ഥലം സംരക്ഷിച്ചു വരുന്നു. അതുവഴി പോകുന്ന മുസ്ലിം കപ്പലുകൾ അവർ അറ്റാക്ക് ചെയ്ത് കൊള്ളയടിക്കുകയാണ്. മെഡിറ്ററേനിയൻ കടലിൽ അവർക്ക് ആകെ പേടിയുള്ളത് ക്യാപ്റ്റൻ കുർട്ടോഗ്ലുവിനെ മാത്രമാണ്. അദ്ദേഹം മുസ്ലിം ബാർബറോസ് നാവികസേനയുടെ ക്യാപ്റ്റനാണ്. അപ്പോൾ റോഡസിലുള്ളവർ വർഷങ്ങളായി അവിടെ കടൽ കൊള്ളക്കാരായാണ് ജീവിക്കുന്നതല്ലേ? തീർച്ചയായും അവർ നമുക്ക് ഭീഷണിയാണ് ഇൻകാരം, ഇബ്രാഹിം പറഞ്ഞു. എനിക്കവിടെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഇബ്രാഹിം. എൻ്റെ പൂർവികനായ ഓട്ടോമൻ കുടുംബാംഗം സുൽത്താൻ സെമിനോട് ആ വിശ്വാസികൾ ചെയ്തൊരു ചതി. അവർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ വെച്ച് എൻ്റെ ഗ്രാൻഡ് ഫാദർ സുൽത്താൻ ബയസിദിനോട് വില പേശി. അദ്ദേഹം അവർക്ക് 1000 ഗോൾഡ് കോയിൻസ് കൊടുത്ത് സുൽത്താൻ സെമിനെ മോചിപ്പിച്ചു. പക്ഷേ സുൽത്താൻ സെമിൻ്റെ കുട്ടികളെ അവർ ഇപ്പോഴും അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. അവർ ഓട്ടോമൻ കുടുംബത്തിലെ ചോരയാണ്. ഓട്ടോമൻ കുടുംബം നേരിടുന്ന ഈ അപമാനം എനിക്ക് അവസാനിപ്പിച്ചേ മതിയാവൂ ഇബ്രാഹിം. ഹുറത്തിനുള്ള ഭക്ഷണം അവളുടെ ചേംബറിലേക്ക് കൊണ്ടുവരുന്നു. അത് കണ്ട് ഹുറം സംശയത്തോടെ നോക്കുന്നു. ഭക്ഷണം കഴിക്ക്, നിഗാർ കാഫ പറഞ്ഞു. ഹുറം അടുത്തിരുന്ന ഗുൽനിഹാലിനെ നോക്കുന്നു. ഗുൽനിഹാൽ, നീ ആദ്യം കഴിക്ക്. എനിക്കിതൊന്നും ഇപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല, നീ കഴിച്ചോ, ഗുൽനിഹാൽ പറഞ്ഞു. ഹുറം അതിൽ നിന്നും കുറച്ച് ഫുഡ് എടുത്ത് നിർബന്ധിച്ച് അവളുടെ വായിൽ വെച്ച് കൊടുക്കുന്നു.
കഴിക്ക്. അവൾ ഗുൽനിഹാൽ കഴിക്കുന്നത് നോക്കിയിരിക്കുന്നു. ഇത് കണ്ട് നിഗാർ കാഫ പറയുന്നു, ഞാൻ ഈ ഹരത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്ര സ്വഭാവമുള്ള സ്ത്രീ നീയാണ്. എന്തൊക്കെയാ നീ ചെയ്യുന്നത്? കഴിഞ്ഞ രാത്രി ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് മരിക്കാറായത് ഞാനാണ്, നിങ്ങളല്ല. അപ്പോൾ ഞാൻ മരിച്ചാലോ? ഗുൽനിഹാൽ ചോദിച്ചു. നീ മരിച്ചാൽ എന്താ? നീ ഇപ്പോൾ മുസ്ലിം ആയിരിക്കുകയല്ലേ, നേരെ സ്വർഗത്തിലേക്ക് പോവും. 3 പേരും ചിരിക്കുന്നു. നിനക്കൊന്നും പറ്റിയില്ല. ശരി, ഞാൻ കഴിക്കട്ടെ. അവൾ അതെടുത്ത് കഴിക്കുമ്പോൾ ഗുൽനിഹാൽ നിഗാർ കാഫയെ നോക്കുന്നു. സുൽത്താൻ സുലൈമാനും ഇബ്രാഹിമും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഗാർഡ് വന്ന് പറയുന്നു, ഇൻകാരം, അങ്ങേ വാലിദ സുൽത്താൻ അന്വേഷിക്കുന്നു. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാനാവും ഇബ്രാഹിം. ഞാൻ പോട്ടെ. എന്താ വാലിദ, എന്തിനാ അന്വേഷിച്ചത്? നമ്മളൊന്ന് സംസാരിച്ചിട്ട് തന്നെ ഒരുപാട് നാളായി, വാലിദ സുൽത്താൻ ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഹുറം അവളുടെ പുതിയ ചേംബറിലേക്ക് മാറി. അതെ, ഞാൻ അവളെ അവിടെ പോയി കണ്ടിരുന്നു. ഇത് പറയാനാണ് വിളിപ്പിച്ചത്. എൻ്റെ ഹദീജ, അവൾ ഒട്ടും സന്തോഷവതിയല്ല ഇവിടെ. നിർഭാഗ്യവശാൽ അവൾ ചെറിയ പ്രായത്തിലെ തന്നെ ഒരു വിധവയായി. നമുക്ക് അവളെ കല്യാണം കഴിപ്പിച്ചയക്കണം. ഹദീജ സുൽത്താൻ അങ്ങോട്ട് കയറി വരുന്നു. അവളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവർ കാണാതെ ഒതുങ്ങി നിന്നു. അവൾ എപ്പോഴും സങ്കടപ്പെട്ട് ചിന്തിച്ചിരിക്കുന്നു. നിനക്കറിയാലോ അവളെ, അവൾ അങ്ങനെ ഒന്നും തുറന്നു പറയില്ല. വാലിദ സുൽത്താന പറഞ്ഞു. ഹദീജ എൻ്റെ പൊന്നു പെങ്ങളല്ലേ. എനിക്കും അവൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് താല്പര്യം. പക്ഷെ അവൾക്ക് പറ്റിയ ഒരാളെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല, സുലൈമാൻ പറയുന്നു. നമുക്ക് അവൾക്ക് പറ്റിയ ഒരാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഞാൻ നോക്കട്ടെ വാലിദ, സുലൈമാൻ പറഞ്ഞു. ഹദീജ സുൽത്താന അവിടുന്ന് അവർ കാണാതെ തിരികെ പോകുന്നു. ഇബ്രാഹിം ബാൽക്കണിയിൽ വന്ന് ഹദീജ സുൽത്താനയുടെ ബാൽക്കണിയിലേക്ക് നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഹദീജ സുൽത്താന ഗുൽഫാമിൻ്റെ അടുത്തേക്ക് വരുന്നു. എന്തു പറ്റി സുൽത്താന? ഗുൽഫാം ചോദിച്ചു. വാലിദ എന്നെ ഇവിടുന്ന് കല്യാണം കഴിപ്പിച്ച് അയക്കാൻ പോകുന്നു. ആരുമായി? അവർ ആരെയെങ്കിലും കണ്ടെത്തും ഗുൽഫാം. ഇനിയും അവർ എനിക്ക് വേണ്ടി ഏതെങ്കിലും വൃദ്ധനായ പാഷയെ കണ്ടെത്തി കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇബ്രാഹിം കുറച്ചു സമയം അവിടെ നിന്നിട്ടും ഹദീജ സുൽത്താന വരാത്തത് കണ്ടപ്പോൾ വയലിൻ എടുത്തുകൊണ്ടുവന്ന് വായിക്കുന്നു. അത് കേട്ട ഹദീജ സുൽത്താന കണ്ണു തുടച്ചിട്ട് ബാൽക്കണിയിൽ പോയി ഇബ്രാഹിമിനെ നോക്കി നിൽക്കുന്നു. സുൽത്താൻ സുലൈമാൻ ഇബ്രാഹിമിൻ്റെ പുറകിൽ വന്നു. സുലൈമാനെ കണ്ടപ്പോൾ 2 പേരും ഞെട്ടി. ഹദീജ സുൽത്താന അവിടുന്ന് വേഗം പോകുന്നു. ഗുൽഫാം, ഇൻകാരം വന്നു. അദ്ദേഹം എന്നെ കണ്ടോ എന്ന് സംശയം. ഞാൻ എന്തു ചെയ്യും ഗുൽഫാം? സുലൈമാൻ ഇബ്രാഹിമിനോട് ചോദിക്കുന്നു. നീ എന്തിനാ നിർത്തിക്കളഞ്ഞത്? ഞാൻ വന്നത് ഡിസ്റ്റർബായി. അയ്യോ, അങ്ങനെയൊന്നുമില്ല. നിന്റെ മുഖം ഇപ്പോൾ കണ്ടാൽ കാലനെ കണ്ട പോലെ ഉണ്ട്. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ കൊല്ലുകയൊന്നുമില്ല, സുലൈമാൻ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറയുന്നു. ഞാൻ പെട്ടെന്ന് എന്തു ചെയ്യണമെന്നറിയാതെ പേടിച്ചു പോയി ഇൻകാരം. അങ്ങേ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. വാലിദ സുൽത്താൻ സുഖമായിരിക്കുന്നോ? എന്തു പറഞ്ഞു? ഇബ്രാഹിം താഴെ ബാൽക്കണിയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഈ സ്ത്രീകൾക്കെല്ലാം വലിയ കാര്യങ്ങളാണ്. എൻ്റെ വാലിദയ്ക്ക് ഹദീജയെ കല്യാണം കഴിപ്പിച്ചയക്കണമെന്ന്. ഇബ്രാഹിമിൻ്റെ മുഖം പെട്ടെന്ന് മാറി. അത് വളരെ നല്ല കാര്യമാണ് ഇൻകാരം, ഇബ്രാഹിം പറഞ്ഞു. നീ ഇപ്പോൾ വയലിൻ വായിക്കുന്നില്ലെങ്കിൽ നമുക്ക് റോഡസ് യാത്ര പ്ലാൻ ചെയ്യാം, വാ. പിറ്റേ ദിവസം സുൽത്താൻ സുലൈമാൻ ഒരു ഔപചാരിക മര്യാദയായി റോഡസിലേക്കൊരു മെസ്സേജ് എഴുതുന്നു. താങ്കളുടെ പുതിയ സ്ഥാനക്കയറ്റത്തിന് ആശംസകൾ അറിയിക്കുന്നു. താങ്കൾക്ക് ഒരുപാട് കാലം ആ സ്ഥാനത്തിരിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. ഞാനും എൻ്റെ പൂർവികരെ പോലെ താങ്കളുമായി വളരെ സമാധാനപരമായൊരു ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പലരും അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു വലിയ നേട്ടം കൈവരിച്ചു. ബെൽഗ്രേഡ് ഞാൻ പിടിച്ചെടുത്തിരിക്കുന്നതായി താങ്കളെ അറിയിക്കുന്നു. അത് വായിച്ച റോഡസ് ഭരണാധികാരി അത് ദേഷ്യത്തിൽ ചുരുട്ടി തീയിലേക്കിട്ടു. എന്നിട്ട് സുൽത്താൻ സുലൈമാനെ റിപ്ലൈ ചെയ്തു. താങ്കളുടെ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ബെൽഗ്രേഡിൽ താങ്കൾ നേടിയ വിജയം കൊണ്ട് ഈ പിടിച്ചടക്കൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നെനിക്കറിയാം. താങ്കൾ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഉദ്ദേശിച്ചതും മനസ്സിലായി. കടൽ കൊള്ളക്കാരൻ കുർട്ടോഗ്ലു ഞാൻ ഫ്രാൻസിലേക്ക് പോകുമ്പോൾ എന്നെ അറ്റാക്ക് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് അയാളെ കീഴ്പ്പെടുത്താനായി. എൻ്റെ ലെറ്ററിൽ സുലൈമാൻ അതിന് റിപ്ലൈ ലെറ്റർ എഴുതുന്നു. എൻ്റെ ലെറ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾക്ക് മനസ്സിലായി എന്നറിഞ്ഞതിൽ സന്തോഷം. തീർച്ചയായും ഞാൻ എൻ്റെ വിജയക്കുതിപ്പ് ബെൽഗ്രേഡ് കൊണ്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പുതിയ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് അവിടെയും എൻ്റെ വിജയ പതാക പറത്തിയിരിക്കും. ആ കാര്യത്തിൽ താങ്കൾക്ക് സംശയമൊന്നും വേണ്ട. ഹദീജ സുൽത്താന മുസ്തഫയെയും കൊണ്ട് വരുന്നു. ഇബ്രാഹിം അവരുടെ അടുത്ത് വന്ന് നിന്നു. ഞാൻ ദിവസങ്ങളായി നിങ്ങളെ ഒന്ന് കാണാൻ കൊതിക്കുകയായിരുന്നു, ഇബ്രാഹിം പറഞ്ഞു. ഹുറം നടന്നു വരുന്നു. നിങ്ങൾക്ക് എപ്പോഴും തിരക്കല്ലേ, ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. എൻ്റെ മനസ്സെപ്പോഴും നിങ്ങളെക്കുറിച്ചോർത്ത് തിരക്കാണ് സുൽത്താന. എന്നെ ഒന്ന് നോക്കൂ സുൽത്താന, എനിക്ക് നിങ്ങളുടെ കണ്ണുകൾ കാണണം. ഹദീജ സുൽത്താന ഇബ്രാഹിമിനെ നോക്കുന്നു. ഞാൻ നിങ്ങളുടെ പുഞ്ചിരി കാണാൻ ആഗ്രഹിക്കുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഹുറം കാണുന്നു. ഹദീജ സുൽത്താന ഇബ്രാഹിമിനെ നോക്കി പുഞ്ചിരിച്ചിട്ട് പറയുന്നു. എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഞാൻ താങ്കൾക്ക് വേണ്ടി ചെയ്യും. കുറച്ചു നേരം ചിന്തിച്ചിട്ട് അവർ പറയുന്നു.
വാലിദയും ഇൻക്യാരവും എന്നെ വിവാഹം കഴിപ്പിച്ചയക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ അറിഞ്ഞു. പക്ഷെ നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. എൻ്റെ സുൽത്താന, എനിക്കറിയില്ല ഇൻക്യാര ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന്. എങ്കിലും ഞാൻ നല്ലത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹുറം അപ്പോഴും അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സുൽത്താൻ സുലൈമാൻ ലാല കാസിം പാഷയോട് സംസാരിക്കുന്നു. ലാല, ഞാൻ അടുത്ത വസന്തത്തിൽ റോഡസിലേക്ക് പോവുകയാണ്. കൊട്ടാരവും ഇസ്താംബൂളും ഞാൻ വീണ്ടും അങ്ങയെ തന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ബെൽഗ്രേഡിലേക്ക് പോയപ്പോൾ താങ്കൾ ഇവിടെ നന്നായി സംരക്ഷിച്ചു. ഞാൻ അതിൽ സംതൃപ്തനാണ്. ഞാൻ എൻ്റെ കർത്തവ്യം ഇനിയും നന്നായി നിർവഹിക്കാൻ ശ്രമിക്കാം ഇൻക്യാരം. എനിക്ക് അങ്ങയോട് വിനീതമായൊരു കാര്യം അറിയിക്കാനുണ്ട്. തീർച്ചയായും പാഷ. വാലിദ സുൽത്താന എൻ്റെ മകൻ ബാത്തുറുബയ്ക്ക് വേണ്ടി ഒരു റുത്തേനിയൻ പെണ്ണിനെ നിർദ്ദേശിച്ചിരുന്നു. അവളെ എൻ്റെ മകൻ കാണുകയും ചെയ്തു. അവൻ ആ പെണ്ണിനെ ഒരുപാട് ഇഷ്ടമായി. അവളുടെ പേര് ഹുറം എന്നാണ് പറഞ്ഞത്. സുലൈമാൻ ഞെട്ടുന്നു. ഹുറം? അതെ, അവൻ ഇപ്പോഴും അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സുലൈമാൻ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നു. ഖദീജ സുൽത്താന മുസ്തഫയെയും കൊണ്ട് അവിടുന്ന് പോകുന്നു. തിരിച്ചു നടക്കുന്ന ഇബ്രാഹിം ഹുറത്തിനെ കാണുന്നു. ഹുറം അയാളെ നോക്കി ചിരിക്കുന്നു. എന്താ, നീ ഇങ്ങോട്ട് വന്നിട്ട് എത്ര നേരമായി? കുറച്ചു നേരമായി. പക്ഷെ താങ്കൾക്ക് ഖദീജ സുൽത്താനയെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ഹുറം ഹാത്തുൻ, ഈ തരം സംസാരം ഇവിടെ നിർത്തുന്നതാണ് നല്ലത്. കാരണം ഇത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾ നിങ്ങളുടെ ചേംബറിലേക്ക് പോയിരിക്കുക. നിങ്ങളുടെ പ്രസവം അടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഇവിടെ നടക്കുന്നത് നല്ലതല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പാർഗലി ഇബ്രാഹിം, ഞാൻ എനിക്ക് പോകാൻ തോന്നുന്നിടത്തെല്ലാം പോകും. എനിക്ക് കാണണമെന്ന് തോന്നുന്നവരെ എല്ലാം കാണും. എനിക്ക് പറയണമെന്ന് തോന്നുന്നതെല്ലാം പറയും. ഇബ്രാഹിം ദേഷ്യത്തിൽ അവളെ നോക്കി പറയുന്നു. ഇൻക്യാരം ലാല കാസിം പാഷയോട് സംസാരിക്കുകയാണ്. നീ നിന്റെ ചേംബറിലേക്ക് പൊക്കോ. പേടിക്കേണ്ട ഇബ്രാഹിം, ഞാൻ ഇന്ന് കണ്ടതൊന്നും ഇൻക്യാരത്തോട് ചെന്ന് പറയാൻ പോകുന്നില്ല. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും പറയണമെന്ന് തോന്നിയാൽ പറയുക തന്നെ ചെയ്യും. അവൾ കുമ്പിട്ടിട്ട് തിരികെ പോകുന്നു. ഇബ്രാഹിം അവളെ രൂക്ഷമായി നോക്കി നിൽക്കുന്നു. ഇബ്രാഹിം അയാളുടെ റൂമിലേക്ക് കയറി ഡോർ അടച്ചിട്ട് സ്വയം പറയുന്നു, മാഹിദേവരാൻ പറഞ്ഞത് ശരിയാണ്. ഈ സ്ത്രീയെ ഇവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ ഇവൾ നമ്മളെ ഇവിടുന്ന് ഓടിക്കും. വാലിദ സുൽത്താനയുടെ ചേംബറിൽ പുതിയ തുണികൾ കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. അവർ അതൊക്കെ നോക്കുന്നു. മാഹിദേവരാൻ സുൽത്താൻ ഒരു തുണി എടുത്ത് വാലിദ സുൽത്താനയോട് പറയുന്നു. വാലിദ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് വെച്ച് വാലിദയ്ക്ക് ഒരു ഡ്രസ്സ് ചെയ്യിച്ചാൽ നല്ല രസമുണ്ടാവും. ഇത് നല്ലതാണ്, പക്ഷെ ചെറുപ്പക്കാർക്കേ പറ്റുള്ളൂ, വയസ്സായവർക്ക് കൊള്ളില്ല. വാലിദ, ഇപ്പോഴും നിങ്ങളുടെ സൗന്ദര്യത്തിന് മുമ്പിൽ ഇവിടുത്തെ ഒരു ചെറുപ്പക്കാരികളും ഒന്നുമല്ല. ഇത് ഖദീജയ്ക്ക് പറ്റും. അവളെ ഇങ്ങോട്ട് വിളിക്കുക. സുൽത്താൻ സുലൈമാൻ അങ്ങോട്ട് കയറി വരുന്നു. എല്ലാവരും എഴുന്നേറ്റ് തല കുമ്പിട്ട് നിന്നു. എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ, സുൽത്താൻ സുലൈമാൻ പറഞ്ഞു. അവർ പോയി കഴിഞ്ഞപ്പോൾ സുലൈമാൻ വാലിദ സുൽത്താനയുടെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് പറയുന്നു, നിങ്ങൾ ഞാൻ അറിയാതെ എന്താണ് ചെയ്തത് വാലിദ? വാലിദ സുൽത്താൻ എണീറ്റ് നിന്ന് പറയുന്നു, നീ നിന്റെ അമ്മയോട് സംസാരിക്കേണ്ടത് ബഹുമാനത്തോടെയാണ്. എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ എൻ്റെ പെണ്ണിനെ മറ്റൊരാൾക്ക് വേണ്ടി വിവാഹം ആലോചിച്ചത്? ആര് പറഞ്ഞു? ലാല കാസിം പാഷ പറഞ്ഞു. അവരുടെ മകൻ ബാത്തൂർ ബേയെ കൊണ്ട് നിങ്ങൾ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചു. ആൾ ഇപ്പോഴും ഹുറത്തെ പ്രണയിക്കുന്നു. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് വാലിദ. നിങ്ങൾ എന്തൊക്കെയായി ചെയ്യുന്നത്? അവൾക്ക് കല്യാണം ആലോചിച്ചു. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ വേണ്ടാന്ന് വെച്ചു. ഹുറം എനിക്ക് പ്രിയപ്പെട്ടവളാണ്. എന്നാൽ നീ ഇത് ഫ്രൈഡേ പ്രയറിന് പള്ളിയിൽ പോയി അനൗൺസ് ചെയ്യ്, വാലിദ സുൽത്താന പറയുന്നു. അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയാൽ തീർച്ചയായും അത് ചെയ്യും വാലിദ. സുലൈമാൻ ദേഷ്യപ്പെട്ടു പോകുന്നു.